സൗന്ദര്യം കൂട്ടാനും യങ്ങായിരിക്കാനും ആണിനും പെണ്ണിനും കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും പറ്റിയ ഒരു ടേസ്റ്റുള്ളൊരു സ്മൂത്തിയാണ്. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസമായി കണ്ടിട്ട്. ഇന്ന് നമ്മളൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോണത്. അതിൻ്റെ വീഡിയോ ആണ്, അതായത് കൊളാജൻ റിച്ച് ഡ്രിങ്ക്. ഇപ്പോൾ കൊളാജനെ കുറിച്ചിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എല്ലാതും അറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ശരീരത്തിൻ്റെ യുവത്വം നിലനിർത്താൻ ആവശ്യമുള്ള ഒരു പ്രോട്ടീനാണ് കൊളാജൻ. ഇത് നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ട് ഉണ്ടാവും. പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ ഇതിൻ്റെ അളവ് കുറഞ്ഞു വരും. പിന്നെ തെറ്റായ ജീവിതശൈലിയിലൂടെയും അതിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കമൊക്കെ നഷ്ടപ്പെട്ട് ചുളിവുകളൊക്കെ വീണ് അതുപോലെ മുടിയൊക്കെ നരക്കാൻ തുടങ്ങുന്നതൊക്കെ ഈ കൊളാജൻ അളവ് കുറയുമ്പോഴാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ഭക്ഷണത്തിലൂടെ നമുക്ക് ശരീരത്തിന് കൊടുക്കണം. അപ്പോൾ അതിന് ഇന്ന് മാർക്കറ്റിൽ കൊളാജൻ പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഒരു 10 ദിവസത്തിൻ്റെ പൗഡറിന് തന്നെ ഒരു 2000-2500 രൂപയോളം, അങ്ങനെ അതിലും കൂടുതലൊക്കെ ആയിട്ടാണ് വിലയുള്ളത്. അപ്പോൾ അതിലും നല്ലത് ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ വീട്ടിൽ തന്നെ, നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നമുക്കും വലിയ ചിലവില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും കഴിക്കാനും പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെയുള്ള അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് വളരെ റിച്ച് ആയിട്ടുള്ള, വളരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കൊളാജൻ അടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണ് പ്രസ് ചെയ്യണം. കാര്യം എന്താണെന്നറിയാലോ. അപ്പോൾ നേരെ എങ്ങനെയാണ് സ്മൂത്തി ഉണ്ടാക്കുന്നത് നോക്കാം. ഈ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടത് റാഗി ഒരു 2 ടേബിൾ സ്പൂൺ, പിന്നെ പംകിൻ സീഡ്, നമ്മുടെ മത്തൻ്റെ കുരുവാണ്, ഇത് വാങ്ങിക്കാൻ കിട്ടും, അത് ഒരു 1.5 ടീസ്പൂൺ, പിന്നെ ഒരു തുണ്ട് മാങ്ങ, പിന്നെ കുറച്ച് കുക്കുംബർ. അപ്പോൾ മാങ്ങ കുക്കുംബർ ഇതിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല, ഇത്രയെങ്കിലും എടുക്കണം. പിന്നെ ഒരു ഗ്ലാസ് പാലും. റാഗി അമിനോ ആസിഡ്സ് കൊണ്ട് നിറഞ്ഞതാണ്. സൾഫർ ബേസ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് വളരാൻ സഹായിക്കും. കൂടാതെ മറ്റ് അമിനോ ആസിഡ്സ് റിങ്കിൾസും സാഗിങ്ങും ഇല്ലാതാക്കുകയും ചെയ്യും. അതുപോലെ റാഗിയിലുള്ള അമിനോ ആസിഡ്സ് ശരീരത്തിന് ആവശ്യമുള്ള കൊളാജൻ ഉണ്ടാക്കാനും അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും സഹായിക്കും. ദിവസം റാഗി കഴിക്കുകയാണെങ്കിൽ പ്രായമാവണ ആ ലക്ഷണങ്ങളെ കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ നല്ല 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 ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്കിൻ ഉണ്ടാവുകയും ചെയ്യും. മാങ്ങയിൽ വിറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. ഇതും കൊളാജൻ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കും. പംകിൻ സീഡിൽ ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റമിൻ ഇയും ധാരാളമായിട്ടുണ്ട്. പംകിൻ സീഡും കൊളാജൻ വർദ്ധിപ്പിക്കാനും അതുപോലെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി നിലനിർത്താനും സഹായിക്കും. ന്യൂട്രിയൻസും വിറ്റമിൻസും മിനറൽസും നിറഞ്ഞതാണ് കുക്കുംബർ. അതിൽ 96% വെള്ളമാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. റാഗിപ്പൊടി ഉണ്ടെങ്കിൽ റാഗിപ്പൊടി ഉപയോഗിച്ചാൽ മതി. എൻ്റെ അടുത്തുള്ളത് മുഴുവനായിട്ടുള്ള റാഗിയാണ്. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് 2-3 മണിക്കൂർ കുതിർത്തതാണ്. ഇത് നന്നായി അരിച്ചെടുക്കണം. അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തായാലും അരിച്ചെടുക്കുന്നുണ്ട്. ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന റാഗിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അരിച്ചെടുത്ത റാഗിയിലേക്ക് ഇത് ബെല്ലമാണ്. ഞാൻ പറയാൻ മറന്നത് ബെല്ലം. മധുരത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബെല്ലം ഇടാം. ഇനി മധുരം വേണ്ടാന്നാണെങ്കിൽ ഇത് ഒഴിവാക്കാം. പക്ഷേ എനിക്ക് കുറച്ച് ബെല്ലം വേണം, അതുകൊണ്ട് ഞാൻ മധുരം വേണം, അതുകൊണ്ട് ഞാൻ ബെല്ലമാണ് ഇടുന്നത്. ശർക്കര എന്ന് പറയില്ലേ അത്.
എന്നിട്ടൊന്ന് ഇത് കുറുക്കിയെടുക്കുക. കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുന്ന പോലെ കുറുക്കിയെടുക്കുക. എന്നിട്ട് അത് ചൂടാറി കഴിഞ്ഞിട്ട് ഇതെല്ലാം മിക്സിയിലിട്ട് അടിച്ച് ഒരു സ്മൂത്തി ആയിട്ട് കുടിക്കുക. അതാണ് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ മിക്സി ജാർ എടുക്കുക, അതിലേക്ക് പംകിൻ സീഡ് ആദ്യം ഇടുക, പിന്നെ ബാക്കിയുള്ളത് മാങ്ങ, കുക്കുംബർ, പിന്നെ നമ്മൾ കുറുക്കി വെച്ച റാഗി അതും ചേർത്ത് പാലും ചേർത്ത് അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി റെഡിയാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റിനെക്കാട്ടിലും ഇത് ശരീരത്തിന് അത്രയും ഗുണമുള്ള ഒരു സ്മൂത്തിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വലിയ ചിലവൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെന്താ, എല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും സന്തോഷം ഉണ്ടാവട്ടെ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.